എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റെയിൽവേയിൽ ജോലി നേടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നിലവിലിപ്പോൾ സുവർണ അവസരമാണ് ഇപ്പോൾ കൈവന്നിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് റിക്രൂട്ട്മെന്റിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി മെയ് 19 വരെ നീട്ടിയിട്ടുണ്ട്. കൂടുതൽ പേർക്ക് അവസരം നൽകുന്നതിനാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. പുതിയ അറിയിപ്പ് പ്രകാരം അപേക്ഷകർക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള RRBC.dg.government.in എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. മെയ് 19 വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. മെയ് 21 വരെ അപേക്ഷാ ഫീസും അടയ്ക്കാവുന്നതാണ്. മെയ് 22 മുതൽ 31 വരെ അപേക്ഷകൾ തിരുത്തൽ വരുത്തുവാനും അവസരമുണ്ടായിരിക്കുന്നതാണ്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലെ 9970 ഒഴിവുകൾ നികത്തുന്നതിനായിട്ട് വലിയ രീതിയിലുള്ള റിക്രൂട്ട്മെൻറ്റാണ് നടത്തുന്നത്. കേന്ദ്ര സർക്കാർ ജോലി സ്വപ്നമായി കൊണ്ട് നടക്കുന്നവർക്കുള്ള സുവർണ അവസരമാണിത്. 9970-ൽ 4116 ഒഴിവുകൾ അൺറിസർവ്ഡ് വിഭാഗത്തിനും 1716 ഒഴിവുകൾ ഷെഡ്യൂൾഡ് കാസ്റ്റിനും 858 ഒഴിവുകൾ ഷെഡ്യൂൾഡ് ട്രൈബിനും 2289 ഒഴിവുകൾ അതർ ബാക്ക്വേർഡ് ക്ലാസ്സിനും 991 ഒഴിവുകൾ എക്കണോമിക്കലി വീക്കർ സെക്ഷനും 1004 ഒഴിവുകൾ മുൻ സൈനികർക്കും എന്നിങ്ങനെയാണ് സംവരണം ചെയ്തിരിക്കുന്നത്. 10ാം ക്ലാസ്സാണ് അപേക്ഷിക്കുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. കൂടാതെ NCVT അല്ലെങ്കിൽ NCVTയിൽ നിന്ന് ബന്ധപ്പെട്ട ട്രേഡുകളുടെ വിശദാംശങ്ങൾ ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ ലഭ്യമാണ്. പ്രായപരിധി എന്ന് പറയുന്നത് ജനുവരി 1 18 മുതൽ 33 വയസ്സ് വരെ ആയിരിക്കേണ്ടതാണ്. OBC SC ST വിഭാഗക്കാർക്ക് യഥാക്രമം 3ഉം 5 വർഷത്തെ പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ്. കോവിഡ് സമയത്തെ മുൻ റിക്രൂട്ട്മെൻറ്റ് അവസരങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് 3 വർഷത്തെ ഒറ്റത്തവണ പ്രായപരിധി ഇളവ് നൽകിയിട്ടുണ്ട്. കൂടാതെ റെയിൽവേയുടെ മെഡിക്കൽ ഫിറ്റ്നസ് മാനദണ്ഡങ്ങളും പാലിക്കേണ്ടതാണ്. ജനറൽ വിഭാഗങ്ങൾക്കും OBCക്കും 500 രൂപയാണ്. മറ്റ് സംവരണ വിഭാഗക്കാർക്ക് 250 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുവാനും ശ്രമിക്കേണ്ടതാണ്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.